അനൂപ് നമസ്കാരമുണ്ട്. നമസ്കാരം. ഒരു 3 മാസങ്ങൾക്ക് ശേഷം ഇവിടെ ഉദ്യാനത്തിൽ എത്തുമ്പോ മൊത്തം കളർ മാറിയിട്ടുണ്ട് ഇവിടെ. എന്താണ് സംഭവിച്ചത് ഇവിടെ? 3 മാസം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ? ആ, മൊത്തം കളർഫുള്ളായി. ശരി ശരി ശരി. ഒരു നഴ്സറിയാണെന്ന് തോന്നുന്നു പോലും ഇല്ല. അതെന്താ ആദ്യത്തെ വ്യത്യാസം വെച്ചാലേ നമ്മളൊരു കഫേ കൊണ്ടുവന്നല്ലോ. കഫേ ഒരു 1.5 മാസം ആയുള്ളൂ കഫേ വന്നിട്ട്. പിന്നെ നമ്മൾ അന്നത്തെ ഇന്റർവ്യൂല് പറഞ്ഞത് നമ്മൾ 9 മണി വരെ വർക്കിംഗ് ആണെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ അത് മാറ്റാൻ ചെറിയൊരു മാറ്റം വരുത്തി ഞങ്ങള് രാത്രി 12 മണി വരെ നഴ്സറി വർക്കിംഗ് ആണ്. നൈറ്റ് ലൈഫ് ഇപ്പൊ നല്ല ചൂടാണ്, ഇപ്പൊ മഴ മാറി ചൂടിലേക്ക് വന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പോ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ മീൻസ് ഒരു ഉച്ചയ്ക്ക് ചൂട് സമയത്തൊന്നും വരേണ്ട ആവശ്യമില്ല. എല്ലാവരും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം അവർക്ക് വൈകുന്നേരം ഒരു ഔട്ടിംഗ് പോലെ വരാം, ചെടി മേടിക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കഫേയിൽ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ബീഫും പറഞ്ഞാൽ വറുത്തരച്ച ബീഫും പഴംപൊരിയും. അപ്പോൾ അതും അവർക്ക് എൻജോയ് ചെയ്യാം. മാത്രമല്ല, ഇപ്പോൾ ഒരു 11 മണിക്ക് 12 മണിക്ക് വന്നാലും അവർക്ക് ആവശ്യത്തിനുള്ള അവർക്ക് ഇഷ്ടമുള്ള പോട്ടിലോട്ട് നമ്മുടെ പ്ലാന്റ് വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ ഫുൾ ലൈവാണ്. മോർണിംഗ് 9 to രാത്രി 12 മണി വരെ ഞങ്ങൾ ഫുൾ ലൈവാണ്. കഫേയും പ്ലാന്റ്സിന്റെ സെയിലും ഒരുമിച്ച്. അതെ, കഫേ ഒരു മോർണിംഗ് ഒരു 11 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. കഫേ ഒരു 1 മണി വരെ ഉണ്ട്, നൈറ്റ് 1 മണി വരെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പാർക്കിന്റെ ഏരിയ ഒക്കെ കുറച്ചും കൂടി കളർഫുൾ ആക്കിയില്ലേ? പാർക്കില് അന്ന് വന്നപ്പോ പാർക്ക് ഉണ്ടായിരുന്ന അത് തന്നെ കുറച്ച് 1-2 ഐറ്റംസ് കൊണ്ട് കൂടുതൽ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല, മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ് കാര്യങ്ങൾ ഇത്തിരി കൂടുതൽ അപ്പ് ചെയ്ത് കളർഫുൾ ആയി ഒരു ആംബിയൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മീൻസ് വരുന്ന ഇരിക്കുന്നവർക്ക് ആ ഒരു ആംബിയൻസ് കിട്ടണമല്ലോ, അതിനു വേണ്ടി പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സ്നാക്സ് ആയിട്ടൊക്കെ വരുന്ന ബീഫും പഴംപൊരി, മെയിൻ ഐറ്റം പഴംപൊരിയും ബീഫാണ്. പിന്നെ ബജി, നമ്മുടെ പഴംപൊരിയിൽ എടുത്തു പറയുന്നത് വെച്ചാൽ നമ്മുടെ നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയിൽ ഇട്ടുണ്ടാക്കുന്ന പഴംപൊരിയാണ്. പിന്നെ അങ്ങനെ ചെറിയ സ്നാക്സ്, ഷേക്ക്, ജ്യൂസ്, ടീ, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്. ശരിക്കും ഇവിടെ ഫാമിലി ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്ത് പോവാം. തീർച്ചയായിട്ടും പൂക്കള് കണ്ട് പൂക്കളുടെ ഭക്ഷണം കഴിച്ച് അർമതിയാം. പിന്നെ നമ്മളെ കൂടെ പറ്റാവുന്ന ഇതും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളൊക്കെയാണ് അഭിപ്രായം പറയേണ്ടത്. തോന്നി രസമുണ്ട്. അല്ല നമ്മുടെ ഇപ്പൊ ഈ സറൗണ്ടിൽ ഇങ്ങനത്തെ ഒരു നഴ്സറി ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുള്ള നഴ്സറി ഇല്ലാത്തത് കൊണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. നമുക്ക് പുതിയ കളക്ഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? പുതിയ കളക്ഷൻസ് ഇപ്പൊ ബൊഗേൻവില്ലയുടെ സീസൺ ആണല്ലോ. അപ്പൊ കളക്ഷൻസിനെ പറ്റി കൂടുതൽ വൈഫ് പറയും. റോഷിനി ആളും എന്റെ അമ്മയും അവർ രണ്ടുപേരാണത് കൊണ്ടു നടക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ചില റോളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടുതൽ റോഷിനി പറഞ്ഞോളൂ. ഓക്കെ, എന്നാ പിന്നെ ചെടികളിലേക്ക് പോവാം. ആയിക്കോട്ടെ. ഓക്കെ, ശരി.
റോഷിന് ഒരു 3 മാസത്തിന് ശേഷം നമ്മുടെ പ്ലാൻസിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്തൊക്കെയാണ്? നമ്മളുടെ പ്ലാൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ബൊഗൈൻവില്ലയാണ് അപ്ഡേറ്റ് ചെയ്തേക്കണേ. അതായത് ഇപ്പോൾ ബൊഗൈൻവില്ലയുടെ സീസൺ ആണല്ലോ. അപ്പൊ നമ്മള് നന്നായിട്ട് പൂവുള്ള സൈസ് ബൊഗൈൻവില്ലകൾ നമ്മൾ നിറച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഹൈബ്രിഡ് ഉണ്ട്, നാടൻ 2 സൈസിലുള്ളത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഹൈബ്രിഡിന്റെ നമുക്ക് വലുത് വരുമ്പോഴത്തേക്കും വൈറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ചെറുതിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് ഹൈബ്രിഡിന്റെ. പിന്നെ ഉള്ളത് നാടൻ വലുതും എല്ലാ സൈസുകളിലുള്ളത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റോഷിനിപ്പോൾ ഞാനിവിടെ കടന്നപ്പോഴേ ഈ പോട്ട്സിലൊക്കെ കുറേ അധികം പ്ലാന്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, നമ്മൾ മാക്സിമം നമ്മളത് പോട്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ ചില ആളുകൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല, അത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നേരത്തെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വളവും എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്ത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ. പിന്നെ അതുപോലെ നമ്മൾ പോട്ട്സ് ആണെങ്കിലും പ്ലാസ്റ്റിക്കിലും സെറാമിക്കിലും പിന്നെ ടെറാക്കോട്ടയിലും ഒക്കെ നമ്മൾ പുതിയ കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ വീഡിയോയിലേക്കായി ഒരുപാട് അപ്ഡേഷൻസ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൈമിങ് മോർണിംഗ് 9 മണിയാണോ? നമ്മൾ നഴ്സറി നമ്മൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് കഫേ ഒരു ഉച്ചയ്ക്ക് 11-12 മണി ആകുമ്പോഴാണ് നമ്മൾ തുടങ്ങണത്. അപ്പോൾ കഫേ ഒരു 1 മണി വരെ, രാത്രി 1 മണി വരെ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 12 മണി വരെ ആണെന്നുണ്ടെങ്കിലും നഴ്സറി നമുക്ക് വർക്കിംഗ് ആണത്. സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഏത് സമയമാണെങ്കിലും കുഴപ്പമില്ല, രാത്രി 12 മണി വരെ നമ്മളിവിടെ ഉണ്ടാവും. ഫാമിലി വളരെ ആക്റ്റീവായിട്ട് അതെ ആക്റ്റീവാണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.